യെസ് മാഷെ നമസ്കാരം. നമസ്കാരം. ഒരു വലിയ മാതൃകയാണ് ഛത്തീസ്ഗഡ് വഖഫ് ബോർഡ് നമുക്ക് കാണിച്ചിരുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതെ, എന്താണ് ആ മാതൃക? ഛത്തീസ്ഗഡിലെ വഖഫ് ബോർഡ് ഒരു പുതിയ നീക്കവുമായി പുറത്തു വന്നിരിക്കുകയാണ്. വഖഫ് ബോർഡുകളെ ഗവൺമെൻറ് കുറെ കൂടി ഗൗരവമായിട്ട് കാണണം എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നൊരു സമയമാണ്. വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ പാർലമെൻറ്റിലും JPC-യിലും രാജ്യമാകെയും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ മുനമ്പം അതിൻ്റെ കേന്ദ്രമായി നിൽക്കുകയാണ്. ഈ സമയത്ത് വഖഫ് ബോർഡുകൾക്ക് എന്താണ് പണി? വഖഫ് ബോർഡുകൾ പരമ്പരാഗതമായി ഏതെങ്കിലും സമ്പന്ന മുസൽമാന്മാർ ദൈവമാർഗത്തിലേക്ക് സംഭാവന ചെയ്ത, ദൈവമാർഗത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട സ്വത്തിനാണ് വഖഫ് സ്വത്ത് എന്ന് പറയുക. അതിൻ്റെ സംരക്ഷകർ, അതിൻ്റെ കസ്റ്റോഡിയൻസ്, അതിൻ്റെ കയ്യേറ്റം തടയൽ, അതിൻ്റെ വേരുകൾ മാന്തിയെടുത്തിട്ട് പണ്ട് ആരെങ്കിലും അതിനകത്ത് കയറി താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇറക്കി വിടുക, അവരെ ഒഴിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തിക്കൊണ്ടു പോവുക, എന്നിട്ട് ഒരിക്കലും തീരാത്ത കോടതി വ്യവഹാരങ്ങളിലേക്ക് പോവുക. ഇതൊക്കെ മാത്രമാണോ? തീർച്ചയായിട്ടും വഖഫ് ബോർഡിൻ്റെ പണികളിൽ അത് ഒരു പണിയാണ്. പക്ഷേ അത് മാത്രമാണോ വഖഫ് ബോർഡിന് ചെയ്യാനാവുക? ഇന്ത്യയിൽ 32 വഖഫ് ബോർഡുകളുണ്ട്. എല്ലാ സംസ്ഥാനത്തിനും വഖഫ് ബോർഡുണ്ട്, കേന്ദ്രത്തിന് വഖഫ് ബോർഡുണ്ട്, അതുപോലെ നമ്മുടെ യൂണിയൻ ടെറിട്ടറികൾക്ക് വഖഫ് ബോർഡുണ്ട്. 32 വഖഫ് ബോർഡുകളുണ്ട്. ഈ വഖഫ് ബോർഡുകളൊക്കെ ഇത്തരം വ്യവഹാര കമ്മിറ്റിയാണത്. തർക്കം തീർക്കുന്ന ഒരു കേസ് ഒരു കച്ചേരി ആയിട്ട് ആണല്ലോ. കച്ചേരി എന്ന് പറഞ്ഞാൽ കോടതി എന്നൊരു അർത്ഥമുണ്ടല്ലോ. അങ്ങനെ ആയാൽ മതിയോ? ഛത്തീസ്ഗഡിലെ വഖഫ് ബോർഡ് കഴിഞ്ഞ ദിവസം ഒരു നിർണായകമായ സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ എല്ലാ പള്ളികൾക്കും അവർ സർക്കുലർ അയച്ചിരിക്കുന്നു. ആ സർക്കുലർ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് അത് പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മുടെ മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് വാർത്തയാക്കാത്തത് എനിക്ക് പ്രധാന വാർത്തയാണ്. യോജിക്കാം, പക്ഷെ അതൊരു സ്റ്റെപ്പാണ്. എന്താണെന്ന് നല്ല മാറ്റത്തിലേക്കുള്ളൊരു സ്റ്റെപ്പാണ്. എന്തായാലും അത് മാറ്റം ഉണ്ടാക്കും. അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വഖഫ് ബോർഡിൻ്റെ പണി, ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഛത്തീസ്ഗഡിലെ ഈ സംസ്ഥാനത്തെ എല്ലാ പള്ളികളും ദർഗാ ഷെരീഫുകളും ഉൾപ്പെടെ എല്ലാ മുസ്ലിം മതസ്ഥാപനങ്ങളും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കാനും എന്ത് നടക്കണമെന്ന് നിർദ്ദേശിക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട്. എല്ലാ പള്ളികളിലും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആ മഹല്ലിലെ എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥന, അതിന് ജുമുഅ എന്ന് പറയും. ജുമുഅ എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ ഒരു ചെറിയ നിസ്കാരം മാത്രമല്ല. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ജുമുഅയിൽ നടക്കുക. ഒന്ന്, അന്നത്തെ ജുമുഅ നിസ്കാരത്തിന് മുമ്പായിട്ട് ഒരു ഉത്ബോധന പ്രസംഗമുണ്ട്. അത് അറബിയിൽ തന്നെ പാടുള്ളൂ. പ്രവാചകൻ്റെ മാതൃക അതാണ്. പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അറബി അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ അറബിയിൽ ചെയ്തത് അതുപോലെ ഇപ്പോഴും അറബിയിൽ എഴുതി വായിച്ചാൽ മതി എന്ന് ഉപചാരപരമായി അത് അനുഷ്ഠിക്കുന്നവരുണ്ട്. അതാണ് സുന്നികളുടെ വിശ്വാസം. വേറൊരു കൂട്ടർ അതല്ല, അതാത് ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ആ ആഴ്ചയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറയേണ്ട പ്രധാനപ്പെട്ട ഉത്ബോധന ആശയങ്ങളാണ് അതിൽ വരേണ്ടത്. അത് അവർക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ വേണമെന്ന് വാദിക്കുന്ന പരിഷ്കരണവാദികളുണ്ട്. നമ്മുടെ നാട്ടിൽ മുജാഹിദും ജമാഅത്തും ഒക്കെ ആ വിഭാഗത്തിലാണ്. എന്നാൽ ഇപ്പോൾ പുതിയ കാലം വന്നപ്പോൾ ചെറിയൊരു ഭേദഗതി വന്നിട്ടുണ്ട്. സുന്നി പള്ളികളിൽ പോലും ഇങ്ങനെ ഈ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിൻ്റെ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഒരു അനുരണനം എന്ന നിലയിൽ സുന്നി പള്ളികളിൽ ഇപ്പോൾ എന്താ നടന്നത് അറിയോ? ഖുത്തുബ എന്ന് വെച്ചാൽ ഔദ്യോഗികമായി മിമ്പർ എന്ന് പറയും. ഒരു കോണിപ്പടി പോലെ, സോപാനം പോലെ കയറി അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് പ്രസംഗിക്കുക. അത് അറബിയിൽ നടത്താം. പ്രവാചകൻ്റെ മാതൃക അങ്ങനെയാണെങ്കിൽ അറബിയിൽ തന്നെ മതി. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് താഴെ നിന്നിട്ട് മലയാളത്തിൽ ഒരു ഉത്ബോധന പ്രസംഗം വേണം എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഉത്ബോധന പ്രസംഗവും പിന്നെ 2 റക്അത്ത് എന്ന് പറയും, ഒരു ചെറിയ നിസ്കാരവും, അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടമായ പ്രാർത്ഥന. സുന്നി പള്ളികളിൽ കൂട്ടപ്രാർത്ഥന ഉണ്ടാകും, മറ്റു പള്ളികളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് പ്രാർത്ഥന. ഇതൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും ഇത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഏതാണ്? ഈ പ്രസംഗമാണ്, ഉത്ബോധന പ്രസംഗം. അപ്പോൾ സുന്നി പള്ളിയിലായാൽ അത് ഖുത്തുബയുടെ മുമ്പ് നടക്കും. മറ്റു പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പള്ളികളിലാണെങ്കിൽ അത് തന്നെയാണ് ഖുത്തുബ എന്ന് പറഞ്ഞാൽ മിമ്പറിൽ കയറി നിന്ന് വളരെ ഔദ്യോഗികമായ ഉപദേശ പ്രസംഗമാണത്. അങ്ങനെ ആകുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ കണ്ടന്റ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്കറിയാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മുൻകൂട്ടി അറിയാനും ഞങ്ങളുടെ സമ്മതം വാങ്ങാനും നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞാൽ സർക്കുലർ പറയുന്ന ഇതാണ്. ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ, ഇപ്പോൾ ആധുനിക വാർത്താ മാധ്യമങ്ങളൊക്കെയാണ്, കത്തയച്ചിട്ട് മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ, സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ
കാലേ കൂട്ടി തന്നെ വഖഫ് ബോർഡിനെ അറിയിച്ചിരിക്കണം, സമ്മതം വാങ്ങണം, അനുമതി വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അതിന് വേണമെങ്കിൽ വഖഫ് ബോർഡിന് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് കൃത്യമായിട്ട് ഇപ്പോൾ ഏരിയ തിരിച്ച് അത് പരിശോധിക്കേണ്ടത് ആരാണെന്ന് വെക്കാം, അല്ലെങ്കിൽ അതിനൊക്കെ സംവിധാനം ഉണ്ടാക്കാമല്ലോ. പുതിയ കാലത്ത് ഇതൊക്കെ ഓൺലൈനിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അറിഞ്ഞിരിക്കണം. അതിനവർ പറയുന്ന കാരണം, ഒന്ന്, പള്ളികളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തരുത്, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വർഗീയമായ. അതിൽ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നാവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. രണ്ട് കാര്യം. ഒന്ന് വർഗീയത പറയരുത്, അന്യ സമുദായങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും നിങ്ങൾ ഈ പള്ളികളിൽ പ്രചരിപ്പിക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം നടത്തരുത്. അത് ആൾ ഇന്ത്യ തലത്തിൽ വലിയ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുന്നതും ജയിപ്പിക്കുന്നതും ഡൽഹിയിലെ ബുഖാരി ഇമാമായിരുന്നു. ഡൽഹിയിലെ ജുമാ മസ്ജിദിലെ, ഓൾഡ് ദില്ലിയിലെ ജുമാ മസ്ജിദിലെ ഇമാമാണ് അവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കൂടുന്ന 1000കണക്കിന് ആളുകളോട് പ്രസംഗിക്കുക. എന്താ പ്രസംഗം എന്നറിയോ? വിഷയം ഒന്നുകിൽ കോൺഗ്രസിനെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കണം, ജനതാദളിനെ ജയിപ്പിക്കണം, തോൽപ്പിക്കണം. ഇതൊക്കെയാണ് അവരുടെ വിഷയം. ഇതിലിടപെടാൻ തീരുമാനിച്ചു ഛത്തീസ്ഗഡിലെ വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടേ എന്ന് നിങ്ങൾ പറയേണ്ടത് പള്ളിയിലല്ല, അത് പള്ളി അതിനുള്ളതല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പറഞ്ഞോ, നിങ്ങൾ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചേർന്നോ, അതിൻ്റെ വേദി കയറിയിട്ട് മതപണ്ഡിതന്മാർ പറഞ്ഞുകൊള്ളട്ടെ, അതിനാർക്കും വിരോധമില്ല. പള്ളിയിൽ പറയരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലും ഇതുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇടതുപക്ഷമൊക്കെ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇവർ പള്ളിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പണം പിരിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ബൈത്തുർ റഹ്മ എന്ന് പറയും. എന്നുവെച്ചാൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ട്, മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഫണ്ട്, ഇതൊക്കെ പള്ളികളിൽ പിരിവ് നടത്തുന്നതായിട്ട് ആരോപണം ഉണ്ടായിരുന്നു. ഏതൊക്കെ എവിടെയൊക്കെ എത്രത്തോളം നടന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ബൈത്തുർ റഹ്മക്ക് പിരിവ് നടക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഇത് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഒരു പദ്ധതിയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതി വിജയിപ്പിക്കാൻ പള്ളികൾ ഉപയോഗിക്കാൻ പാടില്ല. അത് മുസ്ലിം ലീഗ് പുറത്ത് പൊതുയോഗം നടത്തിയോ, നാട്ടിൽ പ്രചാരണം നടത്തിയോ, വീടുകൾ ക്യാമ്പയിൻ നടത്തിയോ ചെയ്തുകൊള്ളട്ടെ. അത്തരം ഇടപെടൽ ഇവിടെ ആവശ്യമുണ്ട്. പോസിറ്റീവായ ഇടപെടലാണെന്നാണ് ഞാൻ പറയുന്നത്. വേറൊന്ന്, രണ്ടാമത്തെ കാര്യം, എന്ത് പാടില്ല എന്നവർ പറയുന്നുണ്ട് വഖഫ് ബോർഡിൻ്റെ സർക്കുലർ. അതോടൊപ്പം തന്നെ എന്തുകൂടി ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? അതും വളരെ പോസിറ്റീവാണ്. അതാത് കാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ജനങ്ങൾക്ക് വേണ്ടി പൊതുവേയും മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റീസിന് വേണ്ടി പ്രത്യേകമായും തയ്യാറാക്കുന്ന പദ്ധതികളുണ്ടാവും. സേവന പദ്ധതികൾ, വികസന പദ്ധതികൾ. അത് പറയേണ്ട ഏറ്റവും നല്ല കേന്ദ്രം ഏതാ? അത് അറിയിക്കേണ്ട കേന്ദ്രം. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പുതിയ എന്ത് പദ്ധതിയായാലും, ഒരു വികസന പദ്ധതി, ഒരു പെൻഷൻ പദ്ധതി, ഒരു സ്കോളർഷിപ്പ് പദ്ധതി, ഒരു വിദ്യാഭ്യാസ പദ്ധതി, ഒരു ഭവന പദ്ധതി, ഒരു ആരോഗ്യ പദ്ധതി, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടുന്ന എന്തെല്ലാം വികസന പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ടോ, അത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വേദി ഏതാണ്? പള്ളികളാണ്. അതുകൊണ്ട് വഖഫ് ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നു, നിങ്ങൾ അത് പറ. അത് പൊളിറ്റിക്സ് അല്ലല്ലോ, സമുദായത്തിൻ്റെ ക്ഷേമമല്ലേ, അത് പറയണം എന്നുകൂടി വഖഫ് ബോർഡ്. അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായ സംഗതി എന്താണെന്നറിയോ? ഈ രാജ്യം എന്ത് ചെയ്യുന്നു, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കുൾപ്പെടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കുൾപ്പെടെ ഉപ്പും ചോറും കൊടുത്ത് വളർത്തുന്ന ഒരു രാജ്യം, നമ്മുടെ അമ്മയായ ഒരു മാതൃഭൂമിയായ ഒരു രാജ്യം, അതിൻ്റെ ഭരണകൂടം ഈ രാജ്യത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഭരണപരിഷ്കാരങ്ങൾ അറിയാൻ ആരും, മുസ്ലിം കമ്മ്യൂണിറ്റി കൂടി ബാധ്യസ്ഥരാണ്. അത് പള്ളി മെമ്പറിൽ നിന്ന് കേൾക്കുമ്പോൾ രാജ്യത്തെ ആരാവട്ടെ, രാജ്യത്ത് ഭരണത്തിലിരിക്കുന്നത് ഏത് ഗവൺമെൻറ് ആവട്ടെ, ആ രാജ്യത്തോടുള്ള ആദരവും രാജ്യത്തോടുള്ള സ്നേഹവും രാജ്യത്തോടുള്ള കടപ്പാടും ആ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. അത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കേൾക്കാനും കൂടി ഇടയാകുമ്പോൾ ആ മനുഷ്യരുടെ മനസ്സിൽ രാജ്യത്തോടൊരു അഫിനിറ്റി തോന്നും. രാജ്യത്തിന് അതീതമായ ഒരു പാൻ ഇസ്ലാമിക് മനസ്സ് ഇന്ത്യയിൽ ആവശ്യമില്ലാത്തതാണ്. അത് അങ്ങേയറ്റം രാജ്യവിരുദ്ധമായ മാനസികാവസ്ഥകൾ സൃഷ്ടിക്കുന്നതുമാണ്. രാജ്യത്തിന് അതീതമായ പാൻ ഇസ്ലാമിക് മനസ്സ് ഇന്ത്യക്ക് ആവശ്യമില്ല. അതുണ്ടാവാനും പാടില്ല. അതുണ്ടാവുന്നതാണ് രാജ്യത്തെ സകല കുഴപ്പങ്ങൾക്കും തീവ്രവാദങ്ങൾക്കും ഭീകരവാദത്തിനും ഒക്കെ കാരണം. അതുകൊണ്ട് ഗൗതം തുടക്കത്തിലേ പറഞ്ഞത്, എന്തായാലും ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇത് BJP ഭരിക്കുന്ന BJPയുടെ ഇനീഷ്യേറ്റീവ് എല്ലാം കേൾക്കുന്ന മാത്രമേ തള്ളിക്കളയുക. കാരണം അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് ആക്ഷേപിക്കുക. അങ്ങനെ ഒരു രീതി പൊതുവേ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതല്ല അതിൻ്റെ രീതി. പോസിറ്റീവായിട്ട് എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വഖഫ് ബോർഡ് മുസ്ലിം ലീഗാണല്ലോ ഭരിക്കുന്നത്. ഒരു
ഒരു ജനറൽ ഡയറക്റ്റീവ് ഇന്ത്യയിലെ എല്ലാ വഖഫ് ബോർഡുകൾക്കും ഈ ഛത്തീസ്ഗഡ് മാതൃകയിൽ സ്വീകരിക്കാമെങ്കിൽ അത് മെറിറ്റിലെടുക്കൂ, നല്ലതോ ചീത്തയോ എന്ന് പരിശോധിച്ചു, എന്നിട്ടല്ലേ നിലപാടെടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഗുണകരമായ സ്റ്റെപ്പാണെന്നാണ് ഞാൻ പറയുക. അങ്ങനെയാണെങ്കിൽ BJP എടുത്ത എല്ലാ സ്റ്റെപ്പുകളെയും നമുക്ക് എല്ലാ കാര്യങ്ങളെയും നമുക്ക് തള്ളി പറയാൻ പറ്റുമോ? പറ്റില്ല. 75 കൊല്ലം കാത്തിരുന്നില്ലേ നമ്മുടെ പാർലമെൻറ്റിൽ വനിതാ സംവരണം കൊണ്ടുവരാൻ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി മൂത്രമൊഴിക്കാൻ പോയില്ലേ അത് പാസ്സാക്കുന്ന നേരത്ത്? നരേന്ദ്രമോദി കൊണ്ടുവന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പറയട്ടെ, ഞാൻ പറയും ഏത് ജാതിക്കാരും മതക്കാരുമായ പെണ്ണുങ്ങൾ പറയട്ടെ, നമുക്ക് പാർലമെൻറ്റിലും അസംബ്ലികളിലും സംവരണം വേണ്ട എന്ന് പറയൂ. നരേന്ദ്രമോദി കൊണ്ടുവന്നതിനെ മുഴുവൻ എതിർക്കുക എന്ന് പറയുന്നൊരു നിലപാടിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയും പിന്നോട്ട് പോകണം. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ പുതിയ നിർദ്ദേശങ്ങളെ എങ്ങനെ ഗുണകരമാക്കി മാറ്റാൻ പറ്റുമെന്നാണ് എല്ലാ സമിതികളും, എല്ലാ സംഘടനകളും, എല്ലാ മഹല്ലുകളും ആലോചിക്കേണ്ടത്, എല്ലാ പണ്ഡിതന്മാരും ആലോചിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.